എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും തൊഴിലുറപ്പിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഉള്ളു പാടശേഖരത്തിലെ പടവിൽ. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ പോകുന്നത്. വാ. സുരേഷ് ഭായ്, ഇത് നമ്മുടെ സുനിത ചേച്ചിയാണ്. ചേച്ചിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഒരു ബ്ലോഗറാണ്. എന്നാലും ചേച്ചിന്ന് ബഹുമാനത്തോട് വിളിക്കുന്നത് നമ്മുടെ തൊഴിലുറപ്പിലെ മാറ്റാണ്. അപ്പോൾ എത്ര വർഷമായി ചേച്ചി മാറ്റായിട്ട്? തൊഴിലുറപ്പ് ഇറങ്ങിയ കാലം തൊട്ടേ ഞാൻ മാറ്റാണ്. 2005 തൊഴിലുറപ്പ് തുടങ്ങിയത്. അന്ന് തൊട്ട് നമ്മൾ ഈ വാർഡിൽ മൈറ്റ. എല്ലാ സ്ഥലത്തേക്കുള്ള പണിയൊക്കെ ചേച്ചിയാണ് എഴുതി കൊടുക്കുന്നതും. ഇപ്പോൾ കോൾപ്പണി ആയതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് പണി സ്റ്റാർട്ട് ചെയ്തു. മറ്റേ ചാനലൊക്കെ വെടുപ്പായി തുടങ്ങിയില്ലല്ലേ? കുറച്ചധികം പേരുണ്ടല്ലോ. അല്ല, ഞങ്ങള് ഒരു 55 തൊഴിലാളികൾ മാക്സിമം നമ്മള് ഒരുമിച്ചുണ്ട്. ഒരു ടീമിലുണ്ട്. മൊത്തം നമ്മുടെ ആദ്യം 150 പേര് ഉണ്ട്. മൊത്തം രജിസ്റ്റർ ചെയ്ത് അത്രയൊക്കെ ഉണ്ട്. ഇപ്പൊ പണി ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് പേരൊക്കെ വേറെ പോവുക. അപ്പൊ ഇപ്പൊ നിലവിൽ ഒരു 10-60 തൊഴിലാളികൾ നമുക്ക് നിലവിലുണ്ട്. പോവുക. അപ്പോൾ അങ്ങനെയാണ് 2005 മുതലല്ലേ? അപ്പോൾ 20 വർഷമായി നമ്മൾ ഈ മേഖലയില് നമ്മുടെ പടത്തൊക്കെ നമ്മൾ ചേച്ചിക്കൊണ്ടാണ് പണി തയ്യാറാക്കാറ് കേട്ടോ. നമ്മുടെ വാർഡിലേക്കുള്ള എല്ലാ പണികളും നമ്മളാണ്. ആക്ഷൻ പ്ലാനില് എത്ര പേരുണ്ട് നമ്മുടെ മേറ്റായിട്ട് ചേച്ചു? ഇപ്പൊ ഇവിടെ നിലവിൽ ഇപ്പൊ നമ്മുടെ വാർഡിൽ ഞാൻ മാത്രമല്ല. മറ്റൊക്കെ പോയില്ല? ചേച്ചി പോയല്ലോ. ചേച്ചി പോയി. ഇത് നമ്മുടെ പുള്ളിലെ ഒരു സീനിയർ ആയിട്ടുള്ള ആളാണ്. പേര് മണിച്ചേച്ചിയാണ്. ഇപ്പോൾ തൊഴിലുറപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി നമ്മുടെ പുള്ളിനെ കുറിച്ച് 2-3 വാക്കുകളൊന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മോനെ പുള്ളി എന്ന് പറയുന്നത് പുള്ളി ഏറ്റവും നല്ലതായി. ഇപ്പോൾ പണ്ടത്തെ പുള്ളൊന്നുമല്ല. ഈ ഞങ്ങളുടെ പാലാഴിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 6-5-7 കൊല്ലം കണ്ടുണ്ട്. വീട്ടിലിപ്പോൾ ഞാൻ തന്നെയുള്ള. മോളെയൊക്കെ പെണ്ണെടുത്ത് പോയി. 2 കിടാങ്ങളായി. അവർക്ക് പെണ്ണെടുക്കാറായി. ഇത് നമ്മുടെ കൊച്ചുമോൻ ചേട്ടൻ. ആൾ ആദ്യം യൂണിയനിലായിരുന്നു, ഇപ്പോൾ റിട്ടയർമെൻ്റായി. എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. അച്ഛനിപ്പോൾ ഇല്ല. ഒരുമിച്ച് നല്ല കൂട്ടായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ കൊച്ചുമോൻ ചേട്ടൻ പറയും. ഇപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിട്ട് വളരെയധികം ദയനീയമായ സ്ഥിതിയിൽ ഈ പുള്ളി പോകണം. ഈ കാശുള്ളതിനെ ഇവിടെ ജീവിക്കുക, അല്ലാത്തതിനെ ഒന്നും ചെയ്യാൻ ഇവിടെ സാധിക്കില്ല. അങ്ങനെ ഈ പുള്ളി പോകണം. പുള്ളി നശിച്ചുകൊണ്ടിരിക്കണേ. കാരണം വെച്ചാൽ ഈ പണിയില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും? വേറൊരു പണി കിട്ടാൻ ഞങ്ങൾക്കില്ല. ഈ തൊഴിലുറപ്പിൽ മാത്രം ഞങ്ങൾക്കൊരു ആശ്രയമുള്ളൂ. വേറെ ഒന്ന് ഈ പറയുന്നത്. സുരേഷ് ഭായ്, ഇതെൻ്റെ ഫ്രണ്ട് ബാബേൻ്റെ വൈഫാണ്. പ്രിയ എന്നാണ് പേര്. അത് മാത്രമല്ല എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. ഒരേ നാട്ടുകാരാണ് ഇവർ. ബാക്കിയുള്ള വിശേഷങ്ങൾ ചേച്ചി പറയൂ. ഇത് ഷാജേട്ടൻ, അവൻ്റെ ഭാര്യ എൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ ഈ പുള്ളിൽ കൊട്ടവഞ്ചി, അതുമാതിരി ഈ നാട്ടിലുള്ള എല്ലാവർക്കും ആള് വേണ്ടപ്പെട്ടൊരു വ്യക്തി തന്നെയാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോൾ നമ്മളാളെ ആശ്രയിച്ച് ചെന്നാലും ആൾ നമുക്കൊരു സഹായിയാണ്. എന്തൊരു കേസിൻ്റെ കാര്യമായാലും എന്തിനായാലും ആൾ വന്ന് നമുക്കത് ശരിയാക്കി തരും. അങ്ങനെ ഒരു വ്യക്തിയാണ്. സുധീഷ് ഭായ്, ഇത് നമ്മുടെ ഒരു അച്ഛൻ്റെ കൂട്ടുകാരന് ചന്ദ്രേട്ടൻ എന്ന് പറയും. ആളെ വൈഫാണ് അമ്പിയേച്ചി. നമുക്കൊക്കെ ആദ്യം നന്നായി പണിക്ക് വന്നിരുന്ന ആളുണ്ട് പാടത്തൊക്കെ. ഇപ്പോൾ ഒരു ആലപ്പാടാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പിലുണ്ട് ആൾ. പിന്നെ വേറൊരു സംഭവം തന്നെ, കഴിഞ്ഞ വർഷം ഇവർ നമ്മുടെ കൊട്ടവഞ്ചേരി പരിസരത്ത് തൊഴിലുറപ്പിൻ്റെ ജോലി ചെയ്യായിരുന്നു. അന്നൊരു മോതിരം കിട്ടി. അതിൻ്റെ ഉടമേനെ അവർ തിരിച്ചേൽപ്പിച്ചു.
ബാക്കി ചേച്ചി പറയും ബാക്കിയുള്ള വിശേഷങ്ങൾ മോതിരം ഞങ്ങള് ആ പോസ്റ്റിന്റെ അവിടെ കളിക്കുമ്പോൾ. അപ്പോൾ അത് എങ്ങനെ സ്വർണ്ണത്തിന് എങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ സ്വർണ്ണം ഞങ്ങള് അറിയാലോ. ആ നേരത്ത് ആരാ വന്ന ML ഒന്നുമില്ല, നമ്മുടെ പഴയ ML ഗീതേച്ചി വന്നു. ഗീതാ ഗോപി വന്നു. അപ്പോൾ ആളെ ഏൽപ്പിച്ചു. ആളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ആള് സ്റ്റേഷനിൽ വിളിച്ച് മറ്റേ അപ്പോഴേ ഉടമ വന്നു. ഉടമ നമ്മുടെ പുള്ളിയിലുള്ള ആൾ തന്നെയായിരുന്നു. പുള്ളിനെ കല്യാണം കഴിച്ചിട്ടുള്ള പുതിയ നമ്മുടെ റേഷൻ കടയിലത്തെ ഇവന്റെ അളിയന്റെ അവര് കല്യാണത്തിന് പോകുമ്പോ പെങ്ങൾ ഇട്ട് കൊടുത്തതാണ്. ഓ, കല്യാണം കെട്ടാപരമാണ് പോയതല്ലേ, അത് ആ കൈകളിലും തിരിച്ചേൽപ്പിച്ചു. കണ്ടല്ലേ, അങ്ങനത്തെ ആളുകളുണ്ടാ. ഞങ്ങൾക്ക് സ്വർണ്ണൊന്നും വേണ്ട, നമുക്ക് സ്വർണ്ണവും വേണ്ട, വേറെ ഒന്നും വേണ്ട. പിന്നെ അമ്പേച്ചി വേറെ വിശേഷം, വേറെ ഹസ്ബൻഡും വൈഫ് മാത്രമല്ലോ, മക്കളൊന്നുമില്ല. ഇപ്പൊ ആൽപ്പാട് അടിച്ചു പൊളിക്കുന്നു. ഇത് നമ്മുടെ അനി, ഇത് നല്ലൊരു കർഷകനാണ് കേട്ടോ. ആദ്യം ചെത്തായിരുന്നു, ഇപ്പൊ ചെത്തൊക്കെ നിർത്തി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റാണ് കേട്ടോ. ഇപ്പൊ തൊഴിലുറപ്പിൽ വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ പറയും. തൊഴിലുറപ്പിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കാനുള്ള മാർഗത്തിൽ ഞങ്ങളൊന്ന് വന്നിരിക്കുന്നു. അടിച്ചു പിടിക്കുന്നത് ഹാപ്പിയാണ്. ഇപ്പോ അത് ഇത് മാത്രമല്ല, അപ്പൊ അടുത്ത എല്ലാ പണിയും കുറച്ചധികം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജോമലി ബ്രോ തന്നെ പറയാട്ടാ. നമ്മുടെ പുള്ളില് മൊത്തം സൈക്കിൾ കറങ്ങുന്ന ആളാണ്. ഇപ്പൊ സ്കൂട്ടറായില്ലേ, മൊത്തം ചെയ്യാത്ത പണിയില്ല കേട്ടാ. മീൻ കച്ചവടം ചെയ്യുന്നില്ല, കൊറോണ സമയത്ത് നമ്മള് മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നാളെ നമ്മുടെ കൊട്ടഞ്ചേരി സ്റ്റാഫായിരുന്നു കേട്ടോ. പനന്തും കച്ചവടം നിന്ന് കൊട്ടഞ്ചേരി വെച്ചിട്ട്. ബാക്കി വിശേഷങ്ങൾ പറയും നമ്മുടെ പുള്ളിനെ കുറിച്ച് 2 വാക്ക്. പുള്ള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രാമമാണ്. ഞാൻ വിവാഹത്തിന് മുന്നേ വരണമെന്ന് വിചാരിച്ച സ്വന്തം ഗ്രാമം, അതായത് പ്രത്യേകിച്ച് എനിക്ക് മഞ്ജു വാര്യരോട് പ്രത്യേകം ഒരു സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് വിവാഹത്തിലൂടെയാണ് നടന്നത്. ഭർത്താവിൻ്റെ ജോലി, മക്കളെ വിശേഷങ്ങൾ പറയും. ഭർത്താവിന് ബസ്സിൽ ഡ്രൈവറാണ്. മക്കൾ 2 ആളാണ്. അവർക്ക് ഒരാൾ BSc നഴ്സിങ്ങിന് പോണ്, മറ്റാൾ ഈ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ജോലിക്ക് പോകുന്നു. അതിലുപരി എല്ലാവർക്കും സഹായം, എല്ലാവരും സഹായം പറന്നു വരും. സൈക്കിളും പറന്നു വരും. അത് ബ്രോ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രോ എന്ന് പറയും. ഇതാണ് ബ്രോ, ശരിക്കും ഞാനല്ല ബ്രോ.